ആസ്വദിച്ച് വായിക്കണം, മനസ്സിൽ സന്തോഷത്തോടു കൂടെ. അത് നമുക്ക് ജോലി ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ. ഒരു ജോലി ചെയ്തിട്ട് വേണം വേണ്ട ജോലി ചെയ്താൽ അത് വിജയിക്കില്ല. നമ്മൾ ആസ്വദിച്ച് ചെയ്യണം. അതുപോലെ എല്ലാ സംഗതിയും നമ്മൾ ആസ്വദിച്ച്. ഇപ്പോൾ നമ്മൾ ബസ്സിൽ കയറി വന്നു, അപ്പോൾ ഒരുപാട് പ്രയാസമുണ്ടല്ലോ. ഈ റോഡ് പണിയൊക്കെ അടക്കുമ്പോൾ ആ വൈക്കുമ്പനൊക്കെ ഇയാൾ വരുന്നെങ്കിൽ ഞാൻ റൂട്ടൊക്കെ ചോദിച്ചു നേരത്തെ വന്നപ്പോൾ തന്നെ. അപ്പോൾ ആ റൂട്ട് നോക്കുമ്പോൾ മലപ്പുറത്ത് വന്നിട്ട് ഞാൻ വന്ന റൂട്ട് കൂടെ തന്നെ മുമ്പിൽ വരുന്നത്. എന്നിട്ട് പടപ്പുറമ്പ് ഇവിടെ വന്ന് മൂർക്കനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ പരമാവധി ശ്രമിക്കുകയാണെങ്കിൽ ഏത് കാര്യം ഇതൊക്കെ വളരെ ചെറുതാണ്, ഒക്കെ വിജയിക്കലുണ്ട്, പലതും വിജയിച്ചിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇവിടെ ആകെ നശിച്ചു പോവുകയാണ്. ഈ രാജ്യം മുഴുവൻ ഇതോടുകൂടെ ഒരു കൊറോണ വന്നു, അതുപോലെ നോട്ട് ദിനം, നമ്മളിതെല്ലാം പാടെ തമർന്നു എന്ന് കരുതുന്നുണ്ട്. അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളിതിനെ എപ്പോഴും ഏതൊരുത്തിനും വേറൊരു വശമുണ്ട്. അപ്പോൾ പോസിറ്റീവായി ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല എല്ലാ കാര്യവും വിജയിക്കും, ഒരു സംശയവുമില്ല. പക്ഷേ നമുക്ക് ഓരോ സമയം നോക്കി ഇപ്പോഴത്തെ പണി നടക്കണം, ഞാൻ ചൂടാണ്, ആർക്കും പുറത്തിറങ്ങി ആർക്കും കഴിയില്ല. ചിലതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ കുടുംബം നമ്മൾ ഈ കരുതുന്ന മാതിരിയല്ലല്ലോ. നമ്മൾ പുസ്തകത്തിൽ എഴുതിയ മാതിരി, ഒരാൾ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി പോണ മാതിരി ഒരിക്കലും നമ്മളെ ജീവിതത്തിൽ എല്ലാം വിജയിച്ചു, എല്ലാം നമ്മൾ ഈ പറഞ്ഞ മാതിരി തന്നെ. അതിൽ ചിലപ്പോൾ താളപ്പഴ കൊറോണ വന്നില്ലേ, ലോകം മുഴുവൻ വന്നു കൊറോണ, നമുക്ക് മാത്രമല്ല ലോകം മുഴുവൻ വന്നു. സാറിൻ്റെ ഇവിടെ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നോക്കിയാൽ കാണുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ വാട്സപ്പിൽ കണ്ടിട്ട് ഒരു പ്രാവശ്യം കൊറോണ ടൈമിൽ അവിടെ വന്ന് മടങ്ങിപ്പോയാളാണ്. പിന്നെയും വന്നു ഞാൻ അവിടെ. ഇതൊക്കെ എന്താ പറയുക, ഇത് എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കണമെന്ന് നമുക്ക് പറയാൻ, അതായത് എനിക്ക് അവസരങ്ങൾ ഒരുപാട് അവിടെ നിൽക്കുക. കാരണം ബിൽഡിംഗ് ഓണേഴ്സിൻ്റെ പ്രസിഡൻ്റായാണ് ആനക്കയത്ത്. ഇപ്പോൾ അവിടെ കയറിയിട്ട് ഞാൻ എന്ത് ചെയ്യും, കുറച്ച് എഴുതി കൊണ്ടുപോയിട്ട് അത്യാവശ്യം ആളുകളെ പേരൊക്കെ പറഞ്ഞ് സെയിൻ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഇപ്പോഴും ഞാൻ സ്കൂളിൽ വിളിച്ചാൽ കുട്ടികളെ അവിടെ 500,000 കുട്ടികളുടെ ഇടയിൽ അവിടെ ചെന്നേക്കിന് എന്ത് ചെയ്യും, മാഷന്മാരെ പേരൊക്കെ ഒന്ന് പറയും. അപ്പോൾ 1-2 മാഷന്മാരും ടീച്ചർമാരൊക്കെ പരമ്പ ആസ്പത്രിയിലുള്ള ഡോക്ടർമാരെ ഭാര്യമാരൊക്കെയാണ്. അവർക്കവിടെ ഈ ഇതിനുള്ളിൽ തന്നെ വില്ലുണ്ടാക്കിയിട്ട് താക്കോലെടുത്തൊക്കെയാണ്. അവരൊക്കെ എന്ത് ചെയ്യും, വെറുതെ ഒന്നൊന്ന് ചെറുതാക്കി ഒന്ന് പൊക്കി പറഞ്ഞാൽ അവർ പിന്നെ ഞാൻ പറയുന്നതൊക്കെ കയ്യടി തന്നെ. അവർക്കിതൊന്നും ഇവിടെ നമുക്ക് പല അബദ്ധങ്ങൾ ഇവിടെ പറഞ്ഞാൽ സാറ് തിരുത്തി തരും, അവിടെ ആരും തിരുത്താനൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാനൊരു 2 മാസത്തിലേറെ ഇവിടെ ഇങ്ങനെ വന്നു പോയിട്ട് എൻ്റെ അന്യൻ ചോദിച്ചു, അവിടെയുള്ള മാനേജർമാർ ചോദിച്ചു, നിങ്ങൾ നേരത്തെ നിൽക്കണ മാതിരിയല്ല, കയ്യും കാലൊക്കെ നല്ല വലുപ്പത്തിൽ ശരിക്കും സംസാരിക്കണു. അങ്ങനെ തിരുവനന്തപുരത്തൊക്കെ പറയുമ്പോൾ കയ്യാണ് പോകുന്നുണ്ട്, ദുബായ് പറയുമ്പോൾ ഇങ്ങനെ കയ്യും പോകുന്നുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ എന്താ നിങ്ങൾക്ക് സംഭവിച്ചത്? ഇത് ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ അടുത്ത ദിവസം നോമ്പിന് ഞാൻ അങ്ങനെ ഒരു നോമ്പ് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിൽ. പറഞ്ഞു, ഇവിടുന്ന് ഇഷ്ടമുള്ളവർക്കൊക്കെ ഞാൻ അഡ്രസ്സ് തരാം, ഞാൻ എൻ്റെ വണ്ടിയിൽ തന്നെ കൊണ്ടുപോകാം, തയ്യാറുള്ളവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മഴ പെയ്യട്ടെ എന്ന് 1-2 ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ട്. അവിടെയുള്ള മഞ്ചേരിയിലുള്ള ഒരു ഡോക്ടറെ ഭാര്യ, അതേമാതിരി ചെറിയാന്ന് പറഞ്ഞിട്ട് ഡോക്ടറുണ്ട് വെളുത്തിട്ട്, അയാളെ ഭാര്യ, അതുപോലെ 2-3 ആളുകൾ ഇവിടെ വരാം, ക്ലാസ്സിന് വരാം, ഫുള്ളായിട്ട് വന്നിട്ട് 1-2 ദിവസം ശനിയാഴ്ചയൊക്കെ വരാം. ഇതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതാ ഞാൻ വിജയിക്കുമെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഉറപ്പുണ്ട്. പക്ഷേ നമ്മൾ പെട്ടെന്ന് പുസ്തകത്തിലൂടെ എഴുതി വെച്ചു, കണക്ക് എഴുതി വെച്ചു, അതേമാതിരി മുന്നോട്ട് പോകില്ല. ഏതൊരു സംഗതിക്കും അതിനൊരു സമയമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എന്താ ഇതിൻ്റെ ഇടയ്ക്ക് ഇത് തോന്നുന്നു ദാസാന്ന് ചോദിച്ചപ്പോൾ അതിനൊക്കെ ഒരു സമയമുണ്ട്. അപ്പോൾ ആ സമയമാകുമ്പോൾ ആരും പിന്നെ അവിടെ നിൽക്കില്ല. അപ്പോൾ അതൊക്കെ തന്നെ അതൊക്കെ ചില വാക്കുകൾ അതേമാതിരി ഇപ്പോൾ നേരത്തെ പറഞ്ഞ മനസ്സിൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വരുള്ളൂ അത്ര മനസ്സ് വായന എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഭക്ഷണം, ഒരു സംശയവുമില്ല. പിന്നെ അവിടെ വിശപ്പ് വരുന്നില്ല മനസ്സിന്. ഇതിങ്ങനെ കയറി വരികയല്ലേ. ഈ കയറി വരുമ്പോൾ പിന്നെ അത് നമുക്ക് എന്താണ് ഒരു ഒഴുക്കായി വരണം എന്നുള്ളതാണ്. ഇപ്പം എനിക്കായാലും എനിക്കുണ്ട് അത് ചില സമയത്ത് ഇങ്ങനെ ശരിക്കും വരാത്തത്. അതിനാണ് നമ്മൾ ഈ ക്ലാസ്സിൽ വന്നത്. അതിങ്ങനെ ഒരു ചാലുകൂടി വെള്ളം ഇങ്ങനെ ഒലിച്ചു പോകുമ്പോൾ അതൊരു കല്ലിലൊക്കെ തട്ടിങ്ങനെ അതിങ്ങനെ ആ തെറിച്ചിങ്ങനെ പോകുമ്പോൾ അതാണ് ആ ഒഴുക്ക്. അതിന് വരണം എന്നുണ്ടെങ്കിൽ പറഞ്ഞ് ഇതിൻ്റെ മുന്നിൽ നിന്നിട്ട് നമുക്കൊരു മടിയുമില്ലാതെ ലജ്ജയില്ലാതെ ഈ സാധനത്തിന് ഇതിനൊന്നും പേടിയില്ലാതെ ലജ്ജയില്ലാതെ നമുക്ക് ആണ് ഇരിക്കണം അലിഞ്ഞ് ചേർന്ന് കഴിഞ്ഞാൽ എല്ലാവരും നിങ്ങളൊക്കെ വരുണ് സംസാരിക്കും, അസീസ്ക സംസാരിക്കും. സാറിന് അതിനെപ്പറ്റി ഒരുപാട് ആളുകൾ ഇവിടുന്ന് പോയിട്ട് ദുബായിൽ നിന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവിടെ പോയിക്കോടി, എവിടെയും പോകണ്ട, അസലായിട്ടും അവിടെ പറയുന്ന ആളുകളുണ്ട്. മോട്ടിവേഷൻ ക്ലാസ് നടത്തുന്നുണ്ട്. അരിക്കോട്ടയിലുണ്ട് ഒരാൾ, അയാളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നോട്. പലരും പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ പേര്. അപ്പോൾ നമ്മൾ അന്നേ ഇത് മനസ്സിൽ വെച്ച് നടക്കുക. പക്ഷേ
സമയപ്രായത്. അപ്പോൾ അതാണ് എനിക്ക് ഈ വിഷയത്തിനൊക്കെ സംബന്ധിച്ച് പറയുന്നത്. എല്ലാവരുടെ പരിപാടിയും ഉഷാറായിട്ടുണ്ട്. വളരെ നന്നായി എല്ലാവർക്കും നല്ല ഭാവിയുണ്ട്. ശരിക്കും സംസാരിക്കാൻ കഴിയും. ആ സംസാരിക്കുമ്പോൾ ഒന്നുകൂടി ഇങ്ങനെ പിന്നെ നമ്മളെ അസീസ്ക്ക് ഒന്നുകൂടി കയ്യൊക്കെ ഒന്നിങ്ങനെ അല്ലേ, കയ്യൊക്കെ കുറച്ചും കൂടി ഇങ്ങനെ വലുതാക്കി ഒന്നിങ്ങനെ തിരുവനന്തപുരം പറയുമ്പോൾ ഒന്ന് മലപ്പുറം പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്നും ആക്കുമ്പോൾ എന്താ നിങ്ങൾ നല്ല പ്രാസിക്കണം. നമ്മളെ പിന്നെ മോഡിജി വന്നിട്ടുണ്ടെങ്കിൽ അയാളിങ്ങനെ സംസാരിക്കുമ്പോൾ കൈ ഇങ്ങനെ അല്ലേ, കൈ ഇങ്ങനെ വലുതായി പോകണം. ആ കൈ ഇങ്ങനെ വലുതായി പോകുമ്പോൾ എന്താ നിങ്ങൾ ഇവൻ ടോപ്പായി. അതന്നെ ഞാനിപ്പോൾ സ്കൂളിൽ ചെയ്യല് ഒന്നും അറിഞ്ഞിട്ടൊന്നുമല്ല. കാര്യങ്ങൾ നമുക്കിത് മികച്ചതാകണമെങ്കിൽ നമുക്ക് കഴിയും, ഒരു സംശയവുമില്ല. അപ്പോൾ ഇനി ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.